അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുവാൻ വന്ന അവളെ ആരായിരിക്കും പിടിച്ച് മാറ്റിയത്? അവളുടെ മുടിക്കെട്ടിനെ പിടിച്ച് അവളെ ആ ഒരു ഉപദ്രവത്തിൽ നിന്നും വേർതിരിച്ചത് ആരായിരിക്കും? പെട്ടെന്നാണ് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയത്. ആ, നിങ്ങളോ? എന്നെ നിങ്ങൾ ഉപദ്രവിച്ചു അല്ലേ? അത് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ സാജിയുടെ ഭർത്താവായിരുന്നു. പെട്ടെന്ന് സാജി വിളിച്ചു പറഞ്ഞ പ്രകാരം അദ്ദേഹം അടുത്തെവിടെയോ ഉണ്ടായിരുന്നത്രേ. നേരെ ഇങ്ങോട്ട് പോന്നതാണ്. വന്നപ്പോൾ കണ്ട ദയനീയ രംഗം മറ്റൊന്നുമായിരുന്നില്ല. അതെ, തൻ്റെ ഭാര്യയുടെ ഉമ്മയെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞൊടിയിടയിൽ അവൻ പ്രവർത്തിക്കുകയായിരുന്നു. ഉമ്മ ഇരുന്ന് കരയുകയാണ്. മോനെ, എൻ്റെ പൊന്നുമോനെ, ആ കഴിയൂല. എന്താ ഉമ്മ, നിങ്ങൾക്ക് എന്ത് പറ്റിയ? വരൂ, ഹോസ്പിറ്റലിൽ പോകാം. എന്തെങ്കിലും സംഭവിച്ചു ആവോ? ഫസീല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടി ഉപദ്രവിക്കുന്നു? ആരുമില്ലാത്ത സമയത്ത് ഈ സുഖമില്ലാത്ത ഉമ്മയെ കയറി വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെയധികം ഗൗരവമുള്ളതായിരുന്നു. ഫസീല ഉറഞ്ഞു തുള്ളി. അതെ, നിങ്ങളെന്തിനാണ് കയറി വന്നത്? ആഹാ, ഒറ്റയ്ക്ക് കയറി വരികയല്ലേ വീട്ടിലേക്ക്? പെണ്ണുങ്ങൾ മാത്രമല്ലേ? ഫസീല, അടങ്ങ്, ഈ അടങ്ങ്. ഉമ്മയുടെ ആ ഒരു വാക്ക് അവിടെ ആകെ മുഴങ്ങി കേട്ടു. എന്നെ രക്ഷിക്കാൻ ഒപ്പം വന്നിട്ട് രക്ഷിക്കുക, കയറി പിടിക്കാൻ വന്നതാണ് ചങ്ങായി. നിങ്ങൾ വലിയ നല്ല ആൾ ചമ്മയിലുണ്ടല്ലോ, കണ്ടില്ലേ? ഇന്നെ കയറി പിടിച്ചു. എന്താടി, നിന്നെ പിടിച്ചു മാറ്റിയതാണോ? ഉമ്മാക്ക് ദേഷ്യം വന്നു. മോൻ ചെല്ല്, പോയിക്കോ. ഈ ഒരു സാധനത്തിനൊക്കെ ഇനി എന്തൊക്കെയാ ഗുലുമാല ഉണ്ടാക്കാവോ? ഫസീല, വീട്ടിൽ നിന്ന് ഇറങ്ങ്, ഷമ്മാസിനെ വിളിക്കുമ്മ. എന്നാൽ അപ്പോഴേക്കും ഷമ്മാസും ഓടിയെത്തിയിരുന്നു. ഉമ്മ, എന്തു പറ്റി? ഫസീല അതാ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഒറ്റൊന്നിനെ വെറുതെ വിടില്ല, നോക്കിക്കോളി. എന്നിപ്പോൾ കയറി പിടിച്ചു. പുണ്യാളൻ. മരുമകൻ, അങ്ങനത്തെ ഒരു മരുമകൻ ഇല്ല. എന്തൊക്കെയായിരുന്നു, എന്തപ്പോൾ കാണിച്ചത്? പറയട്ടെ എല്ലാവരോടും ഇത് വിളിച്ച്. ശരിക്കും സാജിയുടെ ഭർത്താവ് ആകെ അങ്ങ് വിയർത്തുപോയി. റബ്ബേ, ഉമ്മ, ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച്. ഷമ്മാസും അപ്പോഴേക്കും അങ്ങോട്ടെത്തിയിരുന്നു. എന്ത് പ്രശ്നം ഉമ്മ? എന്താ മോനെ? എന്നെ കൊല്ലാൻ വന്നതാടാ. അപ്പോത്തിന് ഇവനെത്തി പിടിച്ചു മാറ്റി. ആരല്ലാളിയാ, എന്തെങ്കിലും ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവളെ ജസ്റ്റ് അത്രക്കും ഉമ്മയെ എന്തൊക്കെയോ കാട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. മുടിക്കെട്ട് പിടിച്ചൊന്ന് പിടിച്ചു മാറ്റി. അത് ശരി തന്നെയാണ്. ആ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മ? വരി, ഹോസ്പിറ്റലിൽ നിന്ന് പോവാം. മോനെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയുള്ളു കാട്ടിക്കൂട്ടിയത് എനിക്ക് അറിയണില്ല. അല്ല, ഉമ്മക്ക് നേരിയ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഷമ്മാസാകെ ബേജാറായിപ്പോയി. പഠിച്ചോനെ, ഒരു ഭാഗത്ത് നുസൈബ ഹോസ്പിറ്റലിൽ, ഇവിടെ ഞാൻ ഫൈസൽക്ക് വിളിക്കണോ? എനിക്കറിയുന്നില്ല. എന്നാൽ ആ സമയം മരുമകൻ പറഞ്ഞു, ഷമ്മാസ്, നീ പോയിക്കോ ഹോസ്പിറ്റലിലേക്ക്, ഉമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ സാജി വിളിക്കാം. സാജി, നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാട്ടോ. ഒരു ഓട്ടോ വിളിച്ച് വാ, ഞാൻ ഉമ്മയും കൊണ്ടങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, എന്ത് പറ്റി? അല്ല, ഉമ്മക്ക് ചെറിയൊരു ശ്വാസതടസ്സം പോലെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഒന്ന് ഓക്സിജൻ കൊടുത്ത് റെഡിയാകുന്ന കേസേ ഉള്ളൂ. അങ്ങനെ അതാ മരുമകൻ നേരെ ഉമ്മയെയും കൊണ്ട് കാറിലേക്ക് പോകുന്നു. വേണ്ട, ഞാൻ വരേക്കാം, അവിടെ അവളുടെ ഉമ്മയൊപ്പയുണ്ട്. വേണ്ട, നീ ചെല്ലേ, അവിടെ ആരും ഇല്ലാത്തതല്ലേ. അങ്ങനെ അതാ മരുമകൻ ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോഴേക്കും സാജി അവിടെ എത്തിയിരുന്നു. ഉമ്മയെ നേരെ ഹോസ്പിറ്റലിലാക്കി. എന്ത് പറ്റി? എന്തോ ടെൻഷനായതുപോലെ. കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഓക്സിജനെല്ലാം വെച്ച് ക്ലിയറാക്കി. ഉമ്മ സമാധാനത്തോടെ ഒന്ന് മയങ്ങിക്കോളി. എന്താ പറ്റിയത്? അത് ഉമ്മക്ക് പെട്ടെന്ന് എന്തൊരു ഷോക്കേറ്റ് ഇങ്ങനെ ഒരു, അപ്പോഴേക്കും ഫസീൽ വന്ന് എന്തൊക്കെ പ്രശ്നമൊക്കെ എന്തൊക്കെ ടെൻഷനായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, എന്താ അറിയില്ല. എന്നാൽ ഫസീല അപ്പോഴേക്കും വിളിച്ച് പറയുവാൻ തുടങ്ങി. നേരെ അതാ ജമീല താത്തയുടെ മരുമകൾക്ക് വിളിക്കുന്നു. എടി, കണ്ടറിഞ്ഞോ? മനസ്സിലായി. പിന്നെ അവിടുത്തെ നല്ലവൻ മരുമകനുണ്ടല്ലോ, ആ സാജിദ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ആ ഒരു ഭർത്താവ്, എന്ത് നല്ല ആള്, സ്വാലിഹായ, അയാൾ എന്നെ കയറി പിടിച്ചടി. പഠിച്ചോനെ, എന്താ ഞാനേ കേൾക്കണത് തന്നെ? എന്നെ ശരിക്കും ഇതിൻ്റെ പേരിൽ ഞാൻ അയാളൊന്ന് കൊടുക്കും. ഓല് കുറച്ച് മരുമക്കളും കുറച്ച് മക്കളും നല്ലത്, ബാക്കിയുള്ളവരുടെ പുറത്ത്. എടി, ഞാനങ്ങോട്ട് ചെന്നിരുന്നു. അപ്പോഴേക്കും മറ്റോനെ ഓടിയെത്തിക്കണ്. എന്താന്നില്ലേ, ഒറ്റക്കുള്ള സമയത്ത് വന്നിക്കണ്. നല്ലവൻ ചമഞ്ഞ് കുറേ നടന്നില്ലേ, നല്ല ആള്. ഇത് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ച കലമെടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പറയണം. എല്ലാവരോടും ഇത് വിളിച്ച് പറയാൻ വേണ്ടത്.
അപ്പോൾ തന്നെ സാജിദയുടെ നമ്പറിലേക്ക് അതാ അവൾ വിളിക്കുന്നു. ഹോസ്പിറ്റലിൽ സാജി ഉമ്മയുടെ അടുക്കലാണ്. എന്തൊരു മെഡിസിൻ വാങ്ങുവാൻ വേണ്ടിയിട്ട് അതാ ഇക്ക പുറത്ത് പോയിട്ടുണ്ട്. സാജിദയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ ഹലോ ഫസീലാണിത്. എന്താണ്? അതെ, എൻ്റെ മാപ്പിള നല്ലവൻ എന്നല്ലേ, നല്ല ആൾ, സോലിഹായ ഒരാൾ. എന്താണ് ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് കുറേ സോലിഹായി നടന്നിട്ട് കാര്യം? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. എന്താ റബ്ബേ, എന്താണ്? എന്താ എൻ്റെ മാപ്പിള കയറി പിടിക്കാൻ വരിക? അതന്നെ. എന്താണ് എൻ്റെ മാപ്പിളിൻ്റെ ആരും ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങളുള്ള സ്ഥലത്തേക്ക്? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അതെ, എന്താ? ഒന്നും വേണ്ട, കുറച്ച് മിണ്ടാപ്പൂച്ച കലമുടക്കുന്നത് കേട്ടിക്കണ്, ഇപ്പം കണ്ടു. എൻ്റെ നേർക്കേടി ഓൻ വന്നത് പിടിക്കാൻ. എൻ്റെ നല്ല ഭർത്താവ് എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട്, ഇപ്പോൾ പൊളിയും ഒക്കെ കണ്ടോണ്ടി. പിന്നെ ഓനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, നോക്കിക്കോ. അത് പറഞ്ഞുകൊണ്ട് ഫസീല ഫോൺ കട്ട് ചെയ്തു. ശരിക്കും അവളാകെ തളർന്നു പോയി എന്ന് തന്നെ പറയാം. അവളുടെ മുഖം വല്ലാണ്ടായി. ഉമ്മ അവിടെ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുകയാണ്, ഓക്സിജൻ വെച്ചുകൊണ്ട്. അവൾക്ക് കൈകാലുകൾ തളരുന്ന പോലെ. റബ്ബേ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്താണ് കേട്ടത്? ഇതുവരെയായിട്ട് ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്തയാളാണ് എൻ്റെ ഭർത്താവ്. അതെ, വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയങ്കരൻ, വളരെയധികം നല്ല ആള്, സോലിഹായ മനുഷ്യൻ എന്നുള്ള പേരുള്ള ആളാണ്. അതിനെക്കുറിച്ച് ഇവൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഉമ്മക്കുള്ള മെഡിസിൻ വാങ്ങി അതാ അവളുടെ ഭർത്താവ് വരുന്നു. തളർന്നിരിക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ട അവൻ ചോദിക്കുന്നു, എന്തു പറ്റി സാജി, എന്താണ് ഇരിക്കുന്നത്? ഉമ്മ ഓക്കെയാണല്ലോ. ഇക്ക, നിങ്ങളെന്തിനാ അവളെ കയറി പിടിക്കാൻ പോയത്? ആരെ? നീ എന്തീ പറയുന്നത്? ആരെ? നിങ്ങളെന്തിനാ ഫസീലാനെ കയറി പിടിച്ചത്? ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി, ഹൃദയം പൊട്ടിപ്പോയി, കൈകാലുകൾ വിറക്കുന്ന പോലെ. സജി, നീ എന്തേ പറയുന്നത്? അവൾ എന്തെങ്കിലും കളവ് പറയുന്നുണ്ടെന്ന് വിചാരിച്ച് നീ അത് വിശ്വസിക്കുമോ? എന്നാലും നിങ്ങൾ... അവൾ അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞിരുന്നു. സാജി കരയുകയാണ്. സാജി, പ്ലീസ്, നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അങ്ങനെ ചെയ്തതല്ല. വേണ്ട, ഞാൻ നിങ്ങളെന്തുവരെ എങ്ങനെ വിശ്വസിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ... സാജി, ഒരിക്കലുമല്ല. ഉമ്മാനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. പിടിച്ചു മാറ്റുക അല്ലേ? എന്തിന് പിടിച്ചു മാറ്റും? പിന്നെ എന്ത് ചെയ്യും? ഉമ്മയെ ആ രീതിയിലായിരുന്നു ഉപദ്രവിക്കാൻ നിന്നിരുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യുക? അവളോട് പറഞ്ഞ് അതേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. അവൾ കരയുകയായിരുന്നു. അവളുടെ എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്ന് വരെ തൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കണ്ടു. എന്നാൽ ഇപ്പോൾ അവളത് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിലുള്ള ആ വിശ്വാസമെല്ലാം സാജിദക്ക് നഷ്ടപ്പെടുകയാണ്. അവളാകെ വിഷമിക്കുകയാണ്. തേങ്ങിക്കരയുന്ന അവളെ അവൻ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വേണ്ട, എന്നോട് നിങ്ങൾ മിണ്ടണ്ട. ഞാൻ ഇതുവരെ നിങ്ങൾ എത്രക്കും സ്നേഹിച്ചു, ഇത്രക്കും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. പക്ഷേ അവൾ പറയുന്നത് കേട്ടോ, നിങ്ങൾ കയറി പിടിച്ചു. സത്യമായിട്ടും എന്തിനാണ് വെറുതെ കളവ് പറയുന്നത്? വിശ്വാസം അതല്ലേ എല്ലാം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ച് കിട്ടില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ ഒന്നും അറിയുന്നില്ല. പലതവണ അവളെ നിർബന്ധിച്ച് പറയുന്നു, ഒരിക്കലുമില്ല സാജി, പഠിച്ച റബ്ബാണ് സത്യം, നീ എന്തിനാണ് വിശ്വസിക്കാത്തത്? ഞാൻ ഒരിക്കലും, എന്തിനാണ് എനിക്കതിൻ്റെ ആവശ്യം? വേണ്ട, എന്തൊക്കെ തന്നെയല്ല അവൾ പറഞ്ഞത്. ഫസീല പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിൽ അതാ പതിഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും. അതെ, നിന്റെ എങ്ങനെയായിരുന്നു സോലിഹായ നല്ല ഭർത്താവ്, മിണ്ടാപ്പൂച്ച കലമുടക്കുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പം ശരിക്കും കണ്ടു, പിന്നിലൂടെ വന്നങ്ങ് പിടിച്ചു, കള്ളൻ. ഇതാണ് നിന്റെ ഭർത്താവ്. എന്തൊക്കെയായിരുന്നു തൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇല്ല. ഉമ്മ അതാ കണ്ണുകൾ തുറക്കുന്നു. മോളെ, ആ മോളെന്താ കരയുന്നു? ഉമ്മക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ.
ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ആയിഷയുടെ കൂടെ ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമലാണ്, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് ടെൻഷനായി പോയി, പിന്നെ കുറച്ച് ഭയന്നു, അതാണ് സംഭവം. ഓക്കെ, പിന്നെ ഈ ഒരു മെഡിസിൻ എഴുതുന്നുണ്ട്, വേറെ കുഴപ്പം കംപ്ലൈൻ്റ് ഒന്നും കാണില്ല, ഇത് ആകെ ഒരു ദിവസം മാത്രം കഴിച്ചാൽ മതി കേട്ടോ, പോയിക്കോളൂ. സാജിദക്ക് ഒന്നും വേണ്ടാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ബില്ലെല്ലാം പേ ചെയ്യുകയാണ്. മരുമകൻ ഷമ്മാസ് വിളിച്ച് ചോദിക്കുന്നു, ആളെ ഉമ്മൻ്റെ സ്ഥിതി ഇല്ല, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ സമാധാനമായി, ഞാൻ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അല്ല അവിടെയും വേണ്ട ഒരാൾ, നീ എന്താ അവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്തൊക്കെ തന്നെയാലും ഉമ്മയെ അതാ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മക്കളെ ഓ ഏതായാലും ഭാഗ്യമായിപ്പോയി, പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. എന്തിനാണ് അവൾ പിന്നെയും പിന്നെയും വന്ന് എന്നെ ഇടങ്ങാറാക്കണം, എനിക്കറിയുന്നില്ല. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, അവളിനി വരുമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഫസീലയെക്കുറിച്ചുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ സാജിക്ക് ദേഷ്യം വരികയാണ് ചെയ്തത്. അവൾ ക്ഷമയോടെ മിണ്ടാതിരുന്നു. അവൾക്ക് സങ്കടം സഹിക്കുവാനേ കഴിയുന്നില്ല. സാജി ഉമ്മ അങ്ങോട്ട് വീട്ടിലേക്ക് പോന്നോട്ടെ, അവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ. അവൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാനും മക്കളും അവിടെ നിന്നോളാം ഉമ്മാൻ്റെ അടുത്ത്. അവൾ തേങ്ങുന്നുണ്ടായിരുന്നു. എന്താ സാജി കരയണേ? ഉമ്മയുടെ ആ ഒരു വാക്ക്. സാജി അതിനേക്കാളും നല്ലത് ഉമ്മയെ കൊണ്ടുപോരല്ലേ, മക്കൾക്ക് സ്കൂളും മദ്രസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വേണ്ട, അല്ലെങ്കിൽ ഞാൻ നിന്നോളാം, മക്കൾ അവിടെ നിന്നോട്ടെ. തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവനെ ഒന്നും മിണ്ടുവാൻ കഴിഞ്ഞിരുന്നില്ല. സാജി നീ, അതെ ഞാനും ഉമ്മയും എൻ്റെ വീട്ടിൽ നിന്നോളാം. അങ്ങനെ ഏതാ അവളുടെ നിർബന്ധപ്രകാരം വീട്ടിലെത്തിക്കുന്നു. സാജി നീ പറയുന്നത് കേൾക്ക്, ഉമ്മൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്ക്, നമുക്ക് പോകാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ മനസ്സിൽ സംശയങ്ങൾ കൂടിക്കഴിഞ്ഞു. വീണ്ടും ഫസീലയുടെ മെസ്സേജ് വന്നിരിക്കുന്നു. എങ്ങനെയുണ്ടടി നിൻ്റെ ഭർത്താവ്, ആൾ കൊള്ളാലോ, ആൾക്കാരിടയിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല മാന്യൻ, എന്നാലോ തരം കിട്ടിയാൽ ഇങ്ങനത്തെ കള്ളത്തന്നെ ചെയ്യുന്ന ഒരു ആള്. ഹൈ നാണമില്ലല്ലോ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കാൻ ഇങ്ങനെയുള്ള കുരുത്തം കെട്ടവരെ. വീണ്ടും ഫസീലയുടെ ആ ഒരു മെസ്സേജ് അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, അവളും ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. നിങ്ങൾ പോകുന്നില്ലേ? അത് ഉമ്മയുടെ ഡ്രസ്സ് എടുക്ക്, നമുക്ക് പോകാം. വേണ്ട, എൻ്റെ ഉമ്മയെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ പോയിക്കോളി ആ കുട്ടികളെടുത്തേക്ക്. അല്ല പിന്നെ ഉമ്മ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ പോവേ. അയാൾക്ക് സങ്കടം വന്നിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിരിഞ്ഞിരിക്കുന്നത് അവനക്ക് ഒട്ടും ഇഷ്ടമല്ല. സങ്കടത്തോടെ അവനിതാ ഉമ്മയുടെ അടുക്കൽ പോയി കാര്യം പറയുന്നു. ഉമ്മ ഇന്ന് ഞാൻ പോട്ടെ, ഞാൻ സാജിയോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാം, അതല്ലേ നല്ലത് എന്നുള്ളത്. മോനെ അത് വേണ്ടടാ, ഞാൻ ഇവിടെ നിന്നോളാം, അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ പോയിക്കോളി. അത് വേണ്ടുമ്മ, അത് തൽക്കാലം സാജി ഇവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. മോനെ അത് ബുദ്ധിമുട്ടാവൂലേ, എനിക്ക് ഓളില്ലാതെ കഴിയൂരല്ലോ. ഉമ്മ അതൊക്കെ ശരി തന്നെയാണ്, എനിക്ക് ഓളില്ലാതെ നിൽക്കാൻ കഴിയുമൊന്നുമില്ല, പക്ഷെ എന്തപ്പോൾ ചെയ്യുക, നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അതാണ് ഞാൻ അവളോട് പറഞ്ഞത്, നീ അങ്ങോട്ട് പോര്, നമുക്ക് ഉമ്മയെ അവിടെ നിന്ന് നോക്കാം, പിന്നെ അസുഖം മാറിയിട്ട് കൊണ്ടുവരാം, അതൊക്കെ പറഞ്ഞു. മോനെ അലി, മോനെ എന്നാൽ തൽക്കാലം പോയിക്കോളി, അല്ല ഇപ്പം എന്താ കാട്ടല്ലേ കുട്ടികളായിട്ട്. ഉമ്മ അങ്ങോട്ട് പോവല്ലേ, അതല്ലേ ഏറ്റവും നല്ലത്, എനിക്ക് സാജില്ലാതെ. ഉമ്മ പോയിക്കോട്ടെ അദ്ദേഹം. മോളെ മക്കളൊക്കെ അവിടെ ഇല്ലേ, ഉമ്മയുപ്പയില്ലേ? അതിനെന്താ, ഓലൊക്കെ ഉണ്ടല്ലോ. മോള് സാജി ഈ എന്താ പറയണത്? അപ്പോഴേക്കും അവൾ മുഖം തിരിച്ചിരുന്നു. എന്നാൽ ഞാൻ സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല സങ്കടം തോന്നിയിരുന്നു. എന്നെ തൻ്റെ ഭാര്യ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവന് മനസ്സിലായി. കാറെടുത്ത് പോകുമ്പോൾ മനസ്സ് നിറയെ വിങ്ങലായിരുന്നു. റബ്ബേ ഏത് സമയത്താണ് ഞാൻ ഒന്നിനുണ്ടായിട്ടില്ല. ഞാൻ അങ്ങാടിയിലേക്ക് വരുന്ന സമയത്താണ് അവളെ കോള് വന്നത്, ഇങ്ങനെയൊക്കെ ഉമ്മാക്കൊരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ ഒരു രംഗം കാണുന്നത്. ഞാൻ പിടിച്ചു മാറ്റിയതായി ജീവൻ രക്ഷിച്ചതാണ് റബ്ബേ, അല്ലാതെ ഒരിക്കലും ഒന്നിനും മടിക്കില്ലല്ലോ, അത്ര ഇതല്ലേ ചെയ്ത് കൂട്ടിയത്. ഏത് നിമിഷത്തിലാണ് എനിക്കവിടെ പെരുമാറാൻ തോന്നിയത് എനിക്കറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു അലിയുടേത്. മരുമകൻ
സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചോദിക്കുന്നു, മോനെ അലി എവിടെ? സാജി എവിടെ വന്നില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നില്ലേ? ആ ഉമ്മ, അവളവളുടെ വീട്ടിലാണ്. മോനെ അപ്പോൾ ആ അവളവിടെ നിൽക്കട്ടെ ഉമ്മ, കാരണം അവിടെ അവളുടെ നാത്തൂനെന്ത് സുഖമില്ല തോന്നുന്നുണ്ട്, പിന്നെ മറ്റാൾ ഗൾഫിലും അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മോനെ ആയിക്കോട്ടെ, സാരല്ല, ഓളെ ഉമ്മാൻ്റെ അസുഖമൊക്കെ മാറട്ടെ. എന്നാൽ അലിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു സാജിയില്ലാത്ത ഒരു ജീവിതം. എല്ലാത്തിനും അവർ ഒരുമിച്ചായിരിക്കും. അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. എല്ലാ രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളും അലി അവൾക്ക് ചെയ്തു കൊടുത്തിരുന്നു. എന്തെന്നറിയില്ല, അവൾ കൂടെയില്ലാത്തത് കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു വിഷമം, വേദന, അതിലേറെ അവൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ വിഷമമുള്ളത്. മോളെ, വീട്ടിൽ അതാ ഐഷുമ്മ സാജിയോട് സംസാരിക്കുന്നു. ആ എന്താ? ഈ എന്താടി ഓനോട് അങ്ങനെയൊക്കെ തട്ടുത്തരം പറയണത്? നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഉമ്മ? മോളെ, നല്ലൊരു മനുഷ്യനാണ് ഓൻ അങ്ങനെ വേദനിപ്പിക്കരുതിട്ടേ. നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ പറഞ്ഞിപ്പോൾ ആകെ കേടുവന്നു. കേടുവരെ എന്താ? ഒന്നും ഞാൻ പറയണില്ല. എന്താ മോളെ, എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും? എന്തോ ഉമ്മ ഇനി പറയാൻ? എന്തൊക്കെയാണ്? ഞാൻ പറയണില്ല മോളെ, പറയ്. അത് ഫസീലേക്ക് കയറി പിടിച്ചോണ്ടിട്ടുള്ളെങ്കിൽ മെസ്സേജൊക്കെ അയച്ചിക്കണ്. ഇത് കേട്ടോക്കെ നിങ്ങൾ? ഉമ്മാക്ക് ആ ഒരു മെസ്സേജ് അപ്പോൾ തന്നെ കേൾപ്പിച്ചു കൊടുത്തു. പഠിച്ചോനെ, ഇതൊക്കെ എപ്പോൾ? മോളെ ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളിവിടെ ഓർമ്മയില്ലേ കിടക്കുക? ആർക്കറിയാം എന്താ ഇവിടെ സംഭവിച്ചിരിക്കണമെന്ന്? രണ്ടാളും കണക്കാ, മരോളും മരോനും. നിങ്ങളെ സാജിയുടെ സങ്കടം കണ്ട് ഉമ്മ പോലെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ പഠിച്ചോനെ, ഞാനാണെങ്കിൽ അബോധാവസ്ഥയിലാണ്. എനിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് അറിയണില്ല. എൻ്റെ മരുമകനെ പിടിച്ച് മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടിക്കണ്, അതെനിക്ക് ഓർമ്മയുള്ളൂ. എന്തൊക്കെ സംഭവിച്ചു എനിക്ക് അറിയണില്ല. അല്ല, ഒന്നും ഓനങ്ങനെ ചെയ്യൂല മോളെ, നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നീയാണോ? ഷമ്മാസ് വിളിച്ചപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞാണ്, ഇക്ക ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞയച്ചാണ്. വേണ്ടില്ലായിരുന്നോ? ഇപ്പോൾ ഒരു പേരായില്ലേ. സാജിദ വിഷമത്തിലാണ്. മോളെ വിഷമിക്കണ്ട, അതൊന്ന് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിടിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ലല്ലോ ഓള് പറയുന്നത്. കരുതി കൂട്ടി ആരില്ലാത്ത സമയത്ത് കയറി വന്ന് പിടിച്ചു എന്നൊക്കെയാണ് പറയണത്. ഇനിയിപ്പോൾ എനിക്കറിയുന്നില്ല, എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. മോളെ അങ്ങനെ ചെയ്യല്ലേ, പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും പറയാനും ചെയ്യാനും പാടില്ല. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ചിന്തിക്കല്ലേ. പഠിച്ചോനെ, എന്തെനിക്കറിയില്ല. വിവരം ജമീലത്താത്തിയോട് നേരെയതാ മരുമകൾ പറയുന്നു. അതേ, നിങ്ങൾ അറിഞ്ഞോ? എന്ത്? നിങ്ങൾ അയൽവക്കത്തെ മരുവനുണ്ടല്ലോ, ആ സാജിൻ്റെ സോലിഹാര് ഭർത്താവ് അലി എന്ന് പേരല്ലേ, മൂപ്പര് ഫസീലാനെ കയറി പിടിച്ചില്ലേ. പെണ്ണെ, ജി ഓരോന്നും പറഞ്ഞ് പ്രശ്നമാക്കല്ലേട്ടാ. എന്തിനാണ് ജി ആവശ്യമില്ലാത്ത വർത്താനം? എനിക്കത് കേൾക്കന്നെ വേണ്ട. ജി വേറെ ആരോടും പറയരുതേ ഇങ്ങനത്തെ വാക്കൊന്നും. കുടുംബം തന്നെ വർത്താനം പറയാ ജി. എന്താ എൻ്റെ ഹാല്? തീരെ ഒരു ലൈസൻസ് ഇല്ലാത്ത വർത്താനം. അതേ, നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഓല ഭാഗത്ത് തന്നെയല്ലേ. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഒരുപാട് നല്ല ആൾക്കാരാണ് ചില ആൾക്കാരെ വിചാരിച്ച് നിൽക്കും. ഓലധികം മിണ്ടുമില്ല, പറയില്ല, നല്ല ചാൻസ് കിട്ടിയ പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടും. ഇപ്പം കണ്ടില്ലേ, നാണല്ലല്ലോ ഒന്നുമില്ലെങ്കിൽ ആങ്ങളുടെ പെണ്ണുങ്ങളെ. അതുമല്ല, ആദ്യം ഓള് കെട്ടിച്ച് എന്തൊക്കെയാണ്, സ്വന്തം വീട്ടിൽ പോലും ഇല്ലാത്ത നേരത്ത് അങ്ങോട്ട് ശരിയാക്കില്ലേ, കാട്ടിക്കൊടുക്കുക. നന്നായി, ഇതെല്ലാവരോടും പറഞ്ഞ് നടക്കും. അത് ഞാൻ നോക്കിക്കോളി. ഇജ്ജ് വേണ്ടാത്തിന് വെറുതെ നിൽക്കണ്ട. സാജിയുടെ മനസ്സിൽ വിഷമം കൂടിക്കൂടി വരികയാണ്. അവൾ ഫസീലയെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇനിയും കേൾക്കാൻ വയ്യ. ഈ നമ്പറൊക്കെ എവിടുന്ന് വന്ന് എനിക്ക് അറിയില്ലേ. എന്നാൽ മറ്റൊരു നമ്പറിൽ നിന്ന് അതാ വീണ്ടും മെസ്സേജ് അയക്കുന്നു. അതെ, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ ഭർത്താവ് കാട്ടിപ്പണി ചില്ലറല്ല. അത് ഞാൻ കോടതിയിൽ പോയി പറയും. നോക്കിക്കോളി, നിങ്ങൾക്കെതിരെ കേസെടുക്കും. പെണ്ണുങ്ങളെ തൊട്ടാലേ അത് വിവരം ആണ്ട് അറിയും. നിങ്ങളെ കളി പോലല്ല. നിങ്ങൾ കളിച്ച് ഇപ്പം എൻ്റെ മേത്തും കയറി കളിക്കൽ തുടങ്ങിയില്ലേ. അവൾ സങ്കടപ്പെടുന്നു. തൻ്റെ നാത്തൂൻ, റബ്ബേ എന്തൊരു സാധനമാണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സാജിദക്ക് വെറുപ്പാണ് വരുന്നത്. എൻ്റെ റബ്ബേ, എനിക്ക് കഴിയൂല. എൻ്റെ മുഖം എനിക്ക് കാണന്നെ വേണ്ട. എന്തൊരവസ്ഥയാണ് റബ്ബേ ഈ രണ്ട് കുട്ടികളുള്ള അയാൾ കാട്ടിക്കൂട്ടിയത്, എനിക്കറിയണില്ല. അവൾ വിഷമത്തിലാണ്. അതാ തൻ്റെ ഇക്ക വിളിക്കുന്നു. ഇക്ക കാളി. വേണ്ട, എന്തിനെടുക്കുന്നു മോളെ? എൻ്റെ ഫോണല്ലടിയാ ബെല്ലടിക്കണേ. അതവിടെ അടിച്ചോട്ടെ.
അതെന്താടി ഫോൺ എടുക്കാത്ത? ഓനായിരിക്കും. എടുത്ത് നോക്ക്, വെറുപ്പിക്കല്ലോ മോളെ, എടുത്തു നോക്ക്. ഇങ്ങാണോ സംസാരിച്ചോളി, എനിക്ക് സംസാരിക്കാൻ വേണ്ട, കാണും വേണ്ട. ഉമ്മയുടെ മനസ്സിൽ വിഷമം വന്നു. മോളെ, ആരെങ്കിലും എന്തെങ്കിലും തെണ്ടിയാളെന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ അനുസരിക്കണ അന്നെയാണ് പിടിച്ച് തല്ലേണ്ടത് ആദ്യം. തല്ലേ കൊല്ല എന്തേ ചെയ്തോളി, ഞാൻ ഇയാളൊപ്പം ജീവിക്കാനില്ല. വീണ്ടും അതാ ഭർത്താവ് വിളിക്കുന്നു. സൗര്യമില്ലാതായപ്പോൾ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നു. തൻ്റെ ഭാര്യയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അലി സങ്കടപ്പെട്ടു. ഉമ്മച്ചി എപ്പോഴും വരും ഉപ്പ? ഉപ്പ എപ്പോഴും വരിക? മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ കൈമലർത്തി. ഉപ്പ എന്താ ഉമ്മ എന്താ വരാത്തത്? ഞാൻ ഉമ്മ ഇല്ലാതെ ഉറങ്ങൂല. ചെറിയമ്മ കരയുകയാണ്. ഉപ്പാനെ കുട്ടി ഉറങ്ങിക്കോളിട്ടോ, ഉമ്മ വന്നോളൂ. പഠിച്ചോനെ, ഈ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ വല്ലാത്ത രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ. അതൊരിക്കൽ പോലും മനസ്സിൽ നിന്ന് മായില്ല. അങ്ങനെയൊരു സംഭവം ആ ഒരു വര വീണ് കഴിഞ്ഞാൽ പിന്നത് മായ്ക്കാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഞാൻ കയറി പിടിച്ചു എന്നുള്ള പേരിൽ അതാ എന്നെക്കുറിച്ചുള്ള ആരോപണമാണ്. അതൊരിക്കലും തൻ്റെ ഭാര്യ സാജിയുടെ മനസ്സിൽ നിന്ന് മായില്ല എന്ന് നന്നായിട്ടറിയാം. റബ്ബേ പഠിച്ചോനെ, എൻ്റെ തെറ്റിദ്ധാരണ എന്നെക്കുറിച്ചുള്ളത് നീ തിരുത്തിക്കൊണ്ടല്ലോ. എന്നാൽ ഫസീല അത് കഴിയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം വിളിച്ച് പറയുകയാണ്. നേരെ ആങ്ങളുടെ അടുക്കലേക്കും ആങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ ഇക്ക. ആരിപ്പത് ഫസീലെ, എന്താണ് നീ എവിടെ? ഇക്ക അതെ, ആ പുത്തൻ വീട്ട് തറവാട്ടത്തെ മരുമകനുണ്ടല്ലോ, അലി എന്ന പേരിൽ, അയാളിനെ കയറി പിടിച്ചു. ഫസീല, നീ എന്തി പറയുന്നത്? അത് നീ എവിടെ? ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. എന്തിനാ പോയത്? ഞാൻ അങ്ങോട്ട് വെറുതെ പോയി നോക്കിയത്. എന്തിനാ പോയത് പറ. നിനക്ക് അങ്ങോട്ട് പോകാൻ ഇനി അവകാശമുണ്ടോ, അർഹത ഉണ്ടോ? ആങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ദേഷ്യപ്പെട്ടു. എന്നെ കയറി പിടിച്ചതൊന്നും നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാ വിഷയം. ഫസീല, വേണ്ടാത്ത പണിക്ക് നീ നിന്നിട്ട് നിനക്ക് തന്നെ അത് തിരിച്ചടിയായി വരുമ്പോൾ നീ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കണം, ആലോചിക്കണം. പെട്ടെന്ന് ആങ്ങളുടെ നാത്തൂൻ വരുന്നു. ഫോൺ വാങ്ങുന്നു. ഹലോ ഇത്താത്ത, എന്നെ പുത്തൻ വീട് തറവാട്ടത്തെ മരുമകൻ കയറി പിടിച്ചു. നന്നായി, അത് എനിക്ക് നന്നായി. അത് പോരാ എനിക്ക്. കുറച്ച് തെണ്ടെടുക്കലും ഇത് ഏറണം എനിക്ക്. എനിക്ക് നാണില്ലല്ലോ. പിന്നെ അങ്ങോട്ട് കയറി ചെന്നുല്ലേ? അന്നെ കയറി പിടിക്കല, അടിച്ച് കൊല്ലായിരുന്നു വേണ്ടത്. നാത്തൂൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചു. ഓഹോ, എല്ലാവരും ഇപ്പം എൻ്റെ നേർക്കാല്ലേ? എല്ലാത്തിനും ഞാൻ പൂട്ടിക്കും, നിങ്ങൾ നോക്കിക്കോളി. എടി ഭ്രാന്തി ഫസീല, ഇതൊന്നും മിണ്ടാതൊക്കോ. കുറേ ആൾക്കാരങ്ങനെ നെട്ടിച്ച് നടക്കുന്നുണ്ട്. എൻ്റെ ഒന്നും വിജയിക്കൂലടി. അതൊക്കെ തെളിവ് സഹിതം കണ്ട് കിട്ടുമ്പോഴേ എൻ്റെ ആ ഒരു കള്ളത്തിലേക്കാണ് പുറത്താവും. ജില്ലാത്ത ഓരോരുത്തരെ കൊണ്ട് പറയണ്ട. എന്നെക്കൊണ്ട് കുറേ വജി പറഞ്ഞില്ല, എനിക്കറിയണം നന്നായിട്ട്. മോളെ ഫസീല, എൻ്റെ കളിയൊക്കെ ഇവിടെ കുറച്ച് കാലം നടക്കുള്ളൂ. പിന്നെ അതൊക്കെ തന്നെത്താൽ അങ്ങോട്ട് പൊളിഞ്ഞ് വരും. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കണ് അതിൻ്റെ ലിസ്റ്റ് അടക്കം കണ്ട് ഈ കേൾക്കേണ്ടി വരും. ഈ നോക്കിക്കോ. എന്താ ഇത്താത്ത, എനിക്കൊരു കേസ് ഉണ്ടായിട്ട് നിങ്ങളാരെന്നെ സപ്പോർട്ട് ചെയ്യാത്ത? നിന്നെ സപ്പോർട്ട് ചെയ്തത് മുതൽ ഞങ്ങൾ കുടുങ്ങിക്കണം. നിൻ്റെ ഓരോന്ന് ഇപ്പം എന്തൊക്കെയാണ് കുറിച്ച് കേൾക്കണേ? ഈ ആർപ്പൊക്കെ പോണേ, എവിടെ ജീവിക്കണേ? എന്തിനാ എൻ്റെ ആങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കണ വെറുതെ? അത് ഓൻ്റെ പെങ്ങളെന്നെ പറയുള്ളൂ. മാനമര്യാദക്ക് അടങ്ങി ഒടുങ്ങി ജീവിക്കാൻ എനിക്ക് ഇവിടെ നിങ്ങൾ സ്പേസ് തന്നിട്ടും ഈ അത് അതിൽ നിന്നില്ല. ഈ ആന വിളവത്തിയാണ്, തന്ത്രം ചാടി തന്നെയാണ് എൻ്റെ പേര്. ഇത്താത്തങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? എത്ര എൻ്റെ ആങ്ങളുടെ കൂടെ നിങ്ങൾ ജീവിക്കണത്? എൻ്റെ ആങ്ങളുടെ പൈസ കൊണ്ട്? പിന്നെ ആരെ പൈസ കൊണ്ട് ഞാൻ ജീവിക്കേണ്ടത്? എൻ്റെ ആ കാമുകൻ്റെ. പെട്ടെന്ന് അതാ ആങ്ങളെ ഫോൺ വേണ്ട, ഒന്നും പറയണ്ട, രണ്ടാളൊന്നും പറയണ്ട. രണ്ടാളും കണക്കാ. കണ്ടില്ലേ, കയറി പിടിച്ചൊന്ന്. പെങ്ങളെ എങ്ങനെ പിടിക്കാതിരിക്കും? ഓളെ സ്വഭാവം അങ്ങനല്ലേ. ഓൾക്ക് 8ൻ്റെ പണി കിട്ടണം, 8ൻ്റെ പണി കൊടുക്കണം. ഓൾ എന്നെ വരെ കുടുക്കിക്കണേ ഓരോന്ന് പറഞ്ഞിട്ട്. ഒന്നും മിണ്ടാതിരിക്ക്. ഓളെന്തേ ഒരു ആശ്വാസത്തിന് വേണ്ടി വിളിച്ചു തരും. ആശ്വാസം? അവിടെ ആരാണ് ആൺകുട്ടി? എനിക്ക് അയാളൊന്ന് കണ്ട് അഭിനന്ദിക്കണം വേണ്ടത്. ഓൾ ആള് ശരിയല്ല, ഒന്നിനും മടിക്കാത്തവളാണ് അവള്. എനിക്ക് നന്നായിട്ടറിയാം എന്തൊക്കെ കാട്ടിക്കൂട്ടിപ്പോള്. വെറുത്ത് പോയിക്കണ സാധനത്തിന്. അതാണ് ജീവൻ പോണില്ലല്ലോ, അങ്ങനത്തെ ഒരു സൈസ് സാധനം. അതെ, മിണ്ടണ്ട, നീ മിണ്ടാതിരിക്ക്. പെങ്ങളെങ്ങനെ പേടിച്ച് ജീവിച്ചോളി. എന്തെങ്കിലും കാട്ടു വിചാരിച്ചിട്ടാണല്ലോ. കാട്ടിയപ്പോൾ എന്താ ഞമ്മക്ക്? ഒരു പ്രശ്നമില്ല. ഓളെ കയറി പിടിക്കല്ല വേണ്ടത്, അടിച്ച് കൊല്ലാണ് വേണ്ടത്. അതാ വേണ്ടത്. ആങ്ങളുടെ ഭാര്യയിൽ നിന്നുള്ള ആ ഒരു പ്രതികരണം അത് ശരിക്കും ഫസീലയ്ക്ക് ദേഷ്യം മുളപ്പിച്ചു.
എല്ലാത്തിനെയും കാട്ടിക്കൊടുക്കാം. ഇപ്പം എന്തായാലും ഒന്നെനിക്ക് കിട്ടിയേക്കണ്, വൈകാതെ ഞാൻ കേസ് കൊടുക്കും. സാജിദയുടെ ഭർത്താവ് പുണ്യാളൻ, നല്ല മനുഷ്യൻ, എന്തൊക്കെയായിരുന്നോ ഓൽക്ക്. ഇപ്പോൾ കണ്ടില്ല, ഒരു നിമിഷം കൊണ്ട് അയാളെ ചിത്രം ഞാനൊന്ന് മായ്ച്ചില്ലാതാക്കും. അവിടെ ആ നല്ല ചിത്രം മായ്ച്ച് ആ ഒരു കറുത്ത മുഖം ഞാൻ അവിടെ തുറന്ന് കാട്ടും. അയാൾക്ക് ഇങ്ങനൊരു കറുത്ത മുഖം ഉണ്ടെന്നുള്ളത് കുടുംബത്തിലെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞ് ഞാൻ നാറ്റിക്കും. ഫസീല ജോലി തുടങ്ങി. അതെ, അറിയുന്ന നമ്പറിലേക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ പലരും അത് മൈൻഡ് ചെയ്തില്ല. കാരണം അവളുടെ സ്വഭാവവും ചിന്താഗതിയും അത് കൊണ്ട്. അല്ലാതെ അവൾക്ക് സപ്പോർട്ടുള്ള ആളുകളൊക്കെ അവളെ പറഞ്ഞു, ആഹാ കേസ് കൊടുക്കണടി, അങ്ങനെ പാടില്ലല്ലോ, എന്താണ് കയറി പിടിക്കാൻ, പെണ്ണുങ്ങളങ്ങനെ കയറി പിടിക്കാൻ പറ്റുമോ, എന്താന്നില്ല, അയാൾക്ക് തീരെ പേടിയില്ല, ബോധമില്ലാത്തൊരു സാധനം, അങ്ങനെ പലരും. എന്നാൽ ചിലർ അങ്ങനെയൊന്നും ഓൻ ചെയ്യൂലല്ലോ. ചുരുക്കി പറഞ്ഞാൽ അധികം ആളുകളും അവൾക്ക് എതിരാണ് എന്നർത്ഥം. അവളുടെ സ്വഭാവവും കാട്ടിക്കൂട്ടലും അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ. എന്നാൽ ഈ സമയം വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ് അലി, സാജിയുടെ ഭർത്താവ്. പഠിച്ചോനെ, ഓരോരുത്തർക്ക് ഓരോ പേര് വീഴുന്ന റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും ആ ഒരു പ്രതീക്ഷയിൽ അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് അവളെ പിടിച്ച് മാറ്റിയതാണ്, അല്ലാതെ ഒരു ദുരുദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. എന്തിന്, അവളെയൊക്കെ തൊട്ടാൽ കൈ കഴുകാണ് വേണ്ടത്. പക്ഷേ എൻ്റെ ഭാര്യ, എനിക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ ഭാര്യയെ മാത്രം, അവളൊന്ന് വിശ്വസിച്ചാൽ മതി എന്നെ. അലി പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു, അല്ലാ, എൻ്റെ തെറ്റിദ്ധാരണ, എൻ്റെ മേലുള്ള തെറ്റിദ്ധാരണ നീ തീർത്തു തരണം റഹ്മാനെ. ഒരിക്കലും ഞാൻ കരുതി കൂട്ടി കൊണ്ടല്ല, നിനക്കറിയാമല്ലോ എല്ലാം. ആ രാത്രിയും തൻ്റെ ഭാര്യ സാജിക്ക് അവൻ വിളിച്ചു നോക്കി. പക്ഷേ അവൾ ഫോൺ ബിസിയാക്കുകയായിരുന്നു. വീണ്ടും വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. അലി സങ്കടപ്പെട്ടു തേങ്ങിക്കരഞ്ഞു. റബ്ബേ പഠിച്ചോനെ, നീ മാത്രമുള്ളൂ എനിക്ക്. പെട്ടെന്നതാ അലിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ല, ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ മോനാണല്ലോ. എല്ലാ കാര്യത്തിലും ജ്യേഷ്ഠൻ സഹായത്തിന് തേടുന്ന ആളായിരുന്നു. തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് അവനെ കരുതിയിരുന്നത്. ഹലോ ഇക്ക. എടാ അലി, എന്താ നിന്നെക്കുറിച്ച് വാർത്ത കേൾക്കുന്നത്? എന്നെക്കുറിച്ച്? ഒരു നിമിഷം അലി ശരിക്കും ഞെട്ടിപ്പോയി. ഇക്ക, അല്ലട, നീ എന്താ വല്ല ഫാമിലിയിലെ ആങ്ങളുടെ ഭാര്യനെ എന്താ ശരിയാണോ? നീ അങ്ങനെ? ഇക്ക, അതങ്ങനെയല്ല. എനിക്ക് എന്താടാ, എന്തിനായിരുന്നുടാ ഇക്ക? ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. വെറുതെ ഒരു അത് പറഞ്ഞുകൊണ്ട് അതാ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അലി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, എൻ്റെ പേരിലുള്ള ഈ നിരപരാധിത്വം റഹ്മാനെ, ഒരിക്കലും ഞാൻ കരുതി കൂട്ടിക്കൊണ്ട് വേറൊരു ഉദ്ദേശത്തിലുമല്ല. ഞാൻ അവളെ പിടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ശക്തമായി ആ ഉമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന രീതിയിൽ, അല്ലാതെ. അലി സങ്കടപ്പെട്ട് കരഞ്ഞു. അല്ലാ റബ്ബേ. അന്ന് റൂമിൽ നിന്ന് അലി പുറത്തിറങ്ങുന്നേ ഇല്ല. ഉമ്മ ചോദിച്ചു, അല്ല മോനെന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ, കടയിൽ പോയില്ലേ? ഉമ്മ, ഇന്ന് ഞാൻ പോണില്ല. എന്ത് പറ്റി? സാജി ഇല്ലായിട്ടാണോ നിനക്ക് ഇത്ര വിഷമം? അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെട്ടു. തൻ്റെ പേരിൽ ഉണ്ടായ ആ ഒരു തെറ്റായ പ്രചരണം, റബ്ബേ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. അല്ലാ, ഫസീല എന്ന ഒരു ഭൂതം, ആ ഒരു യക്ഷി, ആ ഒരു സാധനം എന്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. റബ്ബേ, നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കല്ല. നീ സൃഷ്ടിച്ച ഉപദ്രവകാരികളായ ആളുകളിൽ ഒരാളാണ് അവള്. അതെൻ്റെ നേർക്കും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ, ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അലിയുടെ നിരപരാധിത്വം തെളിയുമോ, ഫസീല കുടുങ്ങുമോ, നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.